ഹലോ മച്ചന്മാരെ, ഗുഡ് മോർണിംഗ് മച്ചന്മാരെ. ഇന്നൊരു 11-ാം തീയതി ബുധനാഴ്ച ദിവസം ഉണ്ടാ. ചൊവ്വാഴ്ച ദിവസം പിന്നെ ഓടിയിലായിരുന്നു കേട്ടോ. കാരണം 1 മണിക്കൂറോളം ഞാൻ നോക്കി നിന്നിട്ട് എനിക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ല. സോ ഇന്നലെ ഓടിയില്ല, ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. CNG കത്തിച്ചെന്നല്ലാതെ നോ സീൻ. അപ്പോൾ മച്ചന്മാരെ, ഇന്നൊരു ബുധനാഴ്ച ദിവസം നല്ല മഴ. സമയം 9:15 ഞാൻ ഇറങ്ങിയേക്കണേട്ടാ. ഇന്ന് ഏതൊക്കെ കസ്റ്റമറെ നമ്മൾ പരിചയപ്പെടും, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് സംഭവിക്കാൻ പോകണമെന്നൊക്കെ നമുക്കിന്ന് വഴി അറിയാടാ. അപ്പോൾ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡോ. ഗൈസ്, രാവിലെ തന്നെ ഒരു ട്രിപ്പ് നമുക്ക് വിളിച്ചു തന്നിട്ടാ. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ട്രിപ്പ് വന്നേക്കാം. ഇറങ്ങാൻ കാത്തിരുന്നേച്ച്. അപ്പോൾ ഒരു നമ്മുടെ പെരുമ്പട ഭാഗത്തു നിന്നാണ് കറക്റ്റ് ടൈമിൽ നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടാ. നല്ല മഴയൊക്കെയാണ്, ഫോഗ് കയറി കിടക്കണതാണ്. വിൻഡോസൊക്കെ മാക്സിമം നോക്കിയും കണ്ടൊക്കെ എടുക്കണം. പിന്നെ വെള്ളം കെട്ടി കിടക്കണതാണ്. സ്കൂളിൽ പിള്ളേർ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വെള്ളം എല്ലാ സ്ഥലത്തും ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട്. മാക്സിമം വെള്ളത്തിൽ കൂടി ഓടിക്കാതെ നോക്കാം. ആടാ, സൈഡിൽ കൂടിയൊക്കെ ചേച്ചിമാരൊക്കെ പോകുമ്പോൾ ഒരു വലിയൊരു വണ്ടി വന്നാൽ കുളിച്ചാൽ ചേച്ചി ആടാ, ചെറിയ വണ്ടി വന്നിട്ട് തന്നെ ഇങ്ങനെ മാക്സിമം എല്ലാവരും കെയർ ചെയ്ത് ഓടിക്കുക. ഓക്കെ. പക്ഷെ എൻ്റെ പൊന്നിന്ന് കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നമ്മൾ എപ്പോഴും ഫോഗ് ആകാതിരിക്കാൻ വേണ്ടിയേ മാക്സിമം നോക്കാം. ബാക്കിൽ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടായി പോകും. ബാക്കിൽ തന്നെ വണ്ടികൾക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ഫ്രണ്ടിൽ തന്നെ വണ്ടികൾ കാണുന്നില്ല. നമുക്ക് ഈ ഒരു ഏരിയ നിന്നാണ് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയേക്കുന്നത്. ലിസി ഹോസ്പിറ്റലിലേക്കാണ് ട്രിപ്പ് വന്നേക്കുന്നത്. മഴയൊക്കെയാണ് ചേട്ടാ, പയ്യെ പോ ചേട്ടാ. സോ ഗൈസ്, നമുക്ക് ആ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഊബർ ഓൺ ആക്കാടാ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. പിന്നെ അത്യാവശ്യം കോൺടാക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് പേഴ്സണൽ ട്രിപ്സ് ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. ഞാൻ ആ കസ്റ്റമറെ ഡ്രോപ്പ് അടിച്ചിട്ടാ. നല്ല അടിപൊളി മഴയായിരുന്നു. 430 രൂപ കിട്ടി നമുക്ക് ഫസ്റ്റ് ട്രിപ്പിന്. അത് കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ നിന്നൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടൊക്കെ എനിക്ക് കാണിക്കണം. എടുത്തോ കിട്ടണ മാപ്പ് ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ആ മാപ്പ് കറക്റ്റ് വഴി കാണിച്ചു തരും. ഇതൊരു ചെറിയ ട്രിപ്പാണ്. 3 മിനിറ്റ് പിക്കപ്പ്, 18 മിനിറ്റ് ഡ്രോപ്പ്. ഈ കൊടും മഴയത്ത് 147 രൂപ കാണിച്ചാണ്. എൻ്റെ പൊന്നെ എന്ത് മഴയായിരുന്നു അറിയാം. ഒരു രക്ഷ ഉണ്ടാകുന്നില്ല, ഒരു സാധനം കാണാനില്ല. കൊടും മഴ എന്നൊക്കെ പറയില്ലേ കൊച്ചിയിൽ, അമ്മാതിരി മഴ. ഇവിടെ തന്നെ കേട്ടാ നമ്മുടെ കൊച്ചിയിൽ. അതിങ്ങോട്ട് വന്നതിൻ്റെ ഒരു കണക്കിലാണ്. സമയം 10:30 മണിയായിട്ടാ. 9:30 മണിക്ക് എടുത്ത ട്രിപ്പ് 10:30 മണിക്ക് കഴിഞ്ഞു. 1 മണിക്കൂർ പിടിച്ച ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ. ഒട്ടും മഴ. ആ ഏരിയയിലൊക്കെ സർജാണ്. ഇപ്പം സർജ് മീൻസ് വണ്ടി ഷോർട്ടാണ്, അപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ സർജല്ല, ഇവിടെ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് റേറ്റ് കുറവാണ്. അയ്യോ, എനിവേ ഈ കസ്റ്റമറേയും കൂടി പിക്ക് ചെയ്തേടാ. പിന്നെ നമ്മുടെ ഇപ്പോൾ കയറിയ കസ്റ്റമർ അടിപൊളിയായിരുന്നേടാ, നല്ല കമ്പനിയായിരുന്നു. ആ ചേട്ടൻ ആരെയോ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ KL43 ഗ്രൂപ്പിലാ റോണി ബ്രോ വേണ്ട വിളിച്ച് എനിക്ക് ട്രിപ്പ് വന്നത്. താങ്ക് യു റോണി ബ്രോ ഫോർ ദിസ് ഓസൺ ട്രിപ്പ്. കൊടുമഴ എന്ന് പറഞ്ഞാൽ കൊടുമഴ, ഒന്നുമേ കാണാൻ മുടിയാതെ. എവിടെയൊക്കെ വെള്ളം കയറി. കൊച്ചി ഇപ്പം മുങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ പോ ചേട്ടാ. ചേട്ടൻ ഈസ് നോട്ട് ഗോയിങ്, ബട്ട് വൈ? അങ്ങനെയൊക്കെ പോകണം, എന്നാലല്ലേ. അയ്യോ പോയി. ഇവിടെ എവിടെയാണോ ബോട്ടിക്ക് പോയടാ. ഗൈസ്, അങ്ങനെ ഇതിൽ നമുക്ക് 190 റുപ്പീസ് കിട്ടിയിരിക്കുന്നു. ഊബർ എത്ര എടുത്തൊന്നും ദൈവത്തിനറിയാം, ദൈവം തമ്പുരാനറിയാം. അങ്ങനെ ഹോളിഡേയിലാണ്ടാ. ഹോളിഡേയിൽ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ എക്സിറ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പം തന്നെ. എടപ്പള്ളിയിലേക്കാണ്. സ്മോൾ ട്രിപ്പ്.
ഊബർ ഗിവ് മീ വലിയ ട്രിപ്പ്, അല്ലെങ്കിൽ ഞാൻ ഈ കിടന്നിങ്ങനെ മഴയത്ത് അലമ്പാവും. ഓ മൈ ഗോഡ്, മാക്രി ഈസ് കോളിംഗ്. ഗൈസ് ഇപ്പോൾ കയറിയത് ഡെന്റിസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ ഗൈസ്, ഒരു പരിചയമില്ല എന്നുണ്ടെങ്കിലും ഇല്ലേ ഭയങ്കര കമ്പനി എന്ന് പറയൂലേ, നമ്മളടുത്തറിയണ പോലെ. എന്തും മഴയാളേ, സീനാളേ, കൊച്ചിക്കാരിയാണ്. പക്ഷെ എൻ്റെ പൊന്നെ ഇങ്ങനെ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മടിയായിരുന്നു എനിക്ക് വരാൻ. ഞാൻ ചോദിച്ചു മാഡം എന്ത് ചെയ്യുന്നു? ഞാൻ ഡെന്റിസ്റ്റാണ്. ഇപ്പോൾ ഹോളിഡേയിലൊരു മീറ്റിംഗ് ഉണ്ട്. ആകെ ശോകമാണ് ഈ മഴയത്തൊക്കെ. ഒടുക്കത്തെ കമ്പനി എന്ന് പറയൂലേ, ഭയങ്കര സംസാരം, അടിപൊളി, ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ മാഡം പറഞ്ഞു 11 മണി വരെ സമയമുണ്ട്, ഡോണ്ട് വെറി, പയ്യെ പോയാൽ മതി, കുഴിയിലേക്ക് ചാടിക്കാണ്ട് പയ്യെ പോയാൽ മതി. അടിപൊളിയിടാ. ഞാൻ ഇങ്ങനെ ഒരു കസ്റ്റമറെ ഇത്രയും കമ്പനി ആയിട്ടുള്ള കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് 2 തുമ്മലങ്ങോട്ട് തുമ്മി. ഒന്നും തോന്നരുതിട്ടാ, മഴയല്ലേ, അതുകൊണ്ടാണ് തുമ്മിയത്. നൈസ് കസ്റ്റമറൊക്കെ ഇങ്ങനെ വേണം. സ്മാർട്ടാണ്, ഭയങ്കര സ്മാർട്ട്, അടിപൊളി. നമ്മളെ പിന്നെ അറിയില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് ആ മേഡം അങ്ങനെ ഹോളിഡേയിൽ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഹോളിഡേയിലേക്ക് കയറിയപ്പോൾ തന്നെ ഊബർ എനിക്ക് അടുത്ത ട്രിപ്പാണ് ഇടാം. ചെറിയ ട്രിപ്പാണെങ്കിലും ഊബർ സീനില്ലട്ടാ, ഞാൻ നിന്നെ കുറ്റം പറയില്ല. ട്രിപ്പ് തന്ന് സഹായിക്കും ഊബർ. റേറ്റും കുറച്ച് കൂട്ടിത്താ. വെറുതെ സ്ട്രൈക്കൊക്കെ ചെയ്ത് സമയം കളഞ്ഞില്ല ഞങ്ങളാ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിത്തന്ന് ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും. നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തണില്ലേ കണ്ടാരം, അതുപോലെ ഞങ്ങളെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്തു ഊബർ. ആരോട് പറയാനാണ് ഊബർ, നിന്നോടല്ലാതെ. വണ്ടയാണോ, ബോർഡൊന്നും കണ്ടില്ല. ഇനി ഈ ഗൂഗിൾ മാപ്പ് തെണ്ടിനെ ഒരിക്കലും നമ്പരുതിട്ടാ. ആ എന്താണ് ഇവിടെ നിന്നാണല്ലോ നമ്മളെ കസ്റ്റമർ കയറിയത്. അവിടെ എന്താണ് കലൂർ കത്രിക്കട വന്നു. അവിടെ നിന്ന് കയറിയിട്ട് ഈ ഹോളിഡേയിലേക്ക് വരാൻ 14 മിനിറ്റിൻ്റെ ഓട്ടത്തിൽ മേളിൽ ഒരു 6 മിനിറ്റ് കൊണ്ട് എത്തണ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഫാസ്റ്റർ റൂട്ട് അവൈലബിൾ. എന്നിട്ട് ഈ ഗൂഗിൾ മാപ്പ് ഇല്ലേ, ഇതാ നിനക്ക് എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ നീ നേരിട്ട് തീർക്ക്, ഇടിച്ച് നിൻ്റെ വെറുതെ കറക്കി കണ്ട കുഴിയിലും കൊണ്ട് ചാടിച്ച് എൻ്റെ CNG കത്തിച്ച്. ഒരാവശ്യമില്ല. ആണ് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ, എന്നാൽ നേരെ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ. എന്ത് മാപ്പാണത്, വൃത്തികെട്ട മാപ്പ്. ഈ ഗൂഗിൾ മാപ്പ് മാപ്പിട്ട് ഓടിക്കാൻ നോക്കിട്ട. പ്രാവശ്യം എന്നെ വൈപ്പിൽ പുഴയെ കൊണ്ട് ചാടിക്കാൻ പോയതാണ്. വണ്ടി എടുത്ത 2-ാം ദിവസം. എൻ്റെ പൊന്നോ, ആ മീൻ പിടിക്കുന്ന ചേട്ടന്മാരില്ലായിരുന്നെങ്കിലേ ഞാൻ ഏതെങ്കിലും അറബിക്കടലിൽ ഒഴുകി കിടക്കേണ്ടി വന്നു. അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിലേ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ കാണിച്ചേക്കണത്, ദൈവത്തിന് അറിയാം. ഞാനിപ്പോൾ മറ്റേ ടോളിൻ്റെ റോഡാണ്ടോ, ടോൾ റോഡിന് നേരെ ഓപ്പോസിറ്റ് മറ്റേ ആറാട്ടെന്നും അലിൻ ജോസ് പെരേരയൊക്കെ വരാറുള്ള തിയേറ്ററില്ലേ, വിനിത തിയേറ്റർ, അതിൻ്റെ സൈഡിലുള്ള ആ റോഡിൻ്റെ ഏറ്റവും അറ്റത്താണ്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്കൂളിലാണ്ടോ മേഡത്തിനെയും കൊച്ചിനെയും കൊണ്ടാക്കിയത്. അവർ പഠിക്കണതിൻ്റെ തിരക്കിലായിരുന്നു തോന്നുന്നു. അങ്ങനെ അധികം സംസാരിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടാ, അവിടെ ഡ്രോപ്പ് ഇട്ടപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് തന്നിട്ടാ ഊബർ. ഇതിൽ 190 റുപ്പീസ് തന്നെ, സെയിം എമൗണ്ട് തന്നെ ഉണ്ടാ കിട്ടിയേക്കണം. ഈ റോഡാണ് കാണിക്കണം, ഇവിടെ റോഡില്ലല്ലോ. സോ ഗൈസ്, ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ. ഈ റോഡാണ്. എന്നിട്ട് നമുക്ക് അടുത്ത കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം മേത്തോട്ടിലോട്ടുള്ള വഴിയാണോ? യെസ്. പിന്നെ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് കുറേ മച്ചന്മാരും കുറേ കസ്റ്റമേഴ്സൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പിന് വേണ്ടി. അപ്പോൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോട്ടാ. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും വണ്ടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊച്ചിയിൽ നമ്മുടെ കൂട്ടായ്മ ഉണ്ട് L43. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റൂടാ. അപ്പോൾ നിങ്ങൾ ഇനി കൊച്ചിയിൽ വരുമ്പോൾ വണ്ടിയില്ലാതെ പെടില്ല. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇന്നോവ, എർട്ടിഗ, അങ്ങനെ എല്ലാ വണ്ടികളും നമ്മുടെ തന്നിട്ടാ. സോ ഗൈസ്, ഞാൻ ഈ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഡ്രൈവർമാർ മച്ചാന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് മെസ്സേജ് അയച്ചിട്ടേക്ക്, ക്ലബ്ബിൽ അടയാം. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട. എൻ്റെ അമ്മോ,
4 പേരാണ് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ വിളിച്ചത്. ഒരു പാമ്പ് എത്തിടക്കണ്ട, ചെറിയ പാമ്പ് കണ്ട കണ്ട കണ്ട. ആ പൂച്ച എന്നിട്ട് അതിനെ തിന്നാൻ നടക്കണണ്ട. ചത്തിറങ്ങൻ അണലിക്കുഞ്ഞാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് എവിടെയാണ് നിൽക്കണതാ എന്തോന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണ. നേരെ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ വഴി കൂടി തന്നെ പോണത്. നമുക്ക് എടപ്പള്ളിയിലേക്ക് ഇടാം. ഇവർ ആദ്യം 4 പേരാണ് ബുക്ക് ചെയ്ത് വണ്ടി കയറി കഴിഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ടോളിൻ്റെ അതിൽ പോകാമെന്ന് പറഞ്ഞു. ബാക്ക് സൈഡിൽ കൂടിയാണ് ലൊക്കേഷൻ കാണിക്കണത്. ഞാനപ്പോൾ പറഞ്ഞു ബാക്ക് സൈഡിൽ കൂടിയാണ് ലൊക്കേഷൻ കാണിക്കണത്, എനിക്ക് ആ പേയ്മെൻറ്റ് കിട്ടും, നമുക്ക് ആ പേയ്മെൻ്റ് അല്ലേ കിട്ടുള്ളൂ. കറങ്ങിപ്പോയാൽ ഊബർ തരുമോ ഇല്ല എന്ന് എനിക്കറിയില്ലടാ. ഇപ്പം അധികം കാണിച്ച പേയ്മെൻറ്റ് തന്നെ ആണെന്നുള്ളൂ. എന്തോ 4-5 കിലോമീറ്റർ കറങ്ങിക്കാൻ വന്നത്. എന്നിട്ട് ടോളിൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് പോസ്റ്റിങ്. 4 ഗേൾസാണ് കയറിയേക്കണത്, ചേച്ചിമാർ, പ്രായമുള്ള ചേച്ചിമാരും ഒരു കുഞ്ഞു കൊച്ചിനായിട്ടാണ് കയറിയേക്കണത്. എന്നോട് പറഞ്ഞൊരു 10 മിനിറ്റ് നിൽക്കണോട്ട് ഒരാൾ വരാണെന്ന് പറയും. ഞാൻ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് 4 പേരുണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് പറയും നീ ആളെങ്ങനെ വരും എന്ന് ചോദിച്ചപ്പോൾ ഈ വണ്ടി തന്നെ വരും. അവരുടെ അത് ചെറിയ വണ്ടിയല്ല, നിങ്ങപ്പോൾ വലിയ വണ്ടി ബുക്ക് ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഇതിൽ കയറി കഴിഞ്ഞാൽ പൊടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൈൻ പോകുമെന്ന് പറയും. അപ്പോൾ അത് തന്നെ കൊച്ചി കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് വേറെ വോയിസ് ഇല്ലല്ലോ. പൊടിക്കൊച്ചി അവരും നല്ല പൊരിഞ്ഞ മഴയും ഈ 4 പ്രായമുള്ള ചേച്ചിമാരെയും എങ്ങനെ ഇറക്കി വിടാനാണ്? മനസ്സാക്ഷിയുള്ള ഒരാൾ ഇറക്കി വിടൂല. ഞാൻ പറയും എൻ്റെ പൊന്നെ സിസ്റ്ററെ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ചതി കാണിക്കരുത്. പോണ വഴിക്ക് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇത്രയും 4 പേരിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സൽ വണ്ടിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏതെങ്കിലും വല്ല പോലീസുകാരോ മീൻസ് MBD കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഫൈൻ കിട്ടും. 220 രൂപയ്ക്ക് വേണ്ടി 5 പേരെ ചുമന്നുകൊണ്ട് പോകാനുള്ള വണ്ടിയല്ല സത്യത്തിൽ. 4 പേർക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടിയാണത്. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി അവർക്കൊരു ബാഡ് അടിച്ച് തുടങ്ങി. പിന്നെ നമ്മൾ ബാഡാക്കണം ശരിയല്ല. ഞാൻ പറഞ്ഞ് മഴയും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേട്ടാ. വേറെ ആൾക്കാരാണ് തന്നെ അത് മൈൻഡ് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സ്വന്തം റിസ്ക്കിലാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ ഈ കാട്ടിലോട്ട് ഇനി ഊബർ വിളിക്കും. ചെറിയ വണ്ടി തന്നെ ആയിരിക്കും ഇനിയും വന്നത്. അത് ഞാൻ ഇറങ്ങാറായപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത്. അത് നിങ്ങൊന്ന് കേട്ട് നോക്കിട്ടാ. നിങ്ങളെ തിരിച്ച് കാരണമാണോ നിങ്ങൾ വലിയ വണ്ടി വിളിക്കേണ്ടി വരോട്ടാ. ഞാനിപ്പോ കൊച്ചുള്ളതുകൊണ്ടാ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ. അപ്പൊ പോവാൻ നേരത്ത് വലിയ വണ്ടി വിളിക്കട്ടെ. കാരണം അത്ര ആൾക്കാർ അവിടെ ഓടിച്ചു തന്നെ ഇരിക്കും. നേരെ പോകാൻ പറ്റുമോ? ശരി. ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ്. തേവക്കൽ 6 മിനിറ്റ് ഒരു ട്രിപ്പ് അടിച്ച്. പിന്നെ എന്തൊരു സൗണ്ടായിരുന്നു അറിയോ ആ പെങ്കൊച്ചിന്. അയ്യോ, ശരിക്കും കാറിൻ്റെ ഉള്ളിൽ 4 പേരിൽ ഒരു 5 പേര് കയറി. ആ കുഞ്ഞ് കൊച്ചുരിക്കുന്നുണ്ട്. അതുവരെ കിടന്ന് കരയാൻ തുടങ്ങിയിട്ടില്ല. എല്ലാവരും കൂടി കിടന്നിട്ട് എൻ്റെ അമ്മോ. ചേച്ചി ഇങ്ങനെ നോക്കണം, സൂക്ഷിച്ചു നോക്കണം. എൻ്റെ തലയിൽ എന്ത് കുന്തോണം. എന്താണ് പെട്രോള് ടിമ്മെന്ന്. മാക്സിമം എൻ്റെ വീഡിയോ കാണുന്ന മച്ചാന്മാരും ചേച്ചിമാരും സഹോദരന്മാരും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ 4 പേരിൽ കൂടുതലുണ്ടെങ്കിൽ എക്സൽ വണ്ടി ബുക്ക് ചെയ്യാം. എന്താ ഇത് ആ മഴയത്ത് ആരോട് പറയാം. പൊന്നോ, നേരെ തിരിച്ച് ഞാൻ 2 കൽപ്പിച്ചാൽ വന്ന ഫൈനെങ്കിൽ ഫൈൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. പക്ഷെ ഈ മഴയത്ത് ആ കുഞ്ഞിനെയും ഈ പ്രായമുള്ള ചേച്ചിമാരെ എങ്ങനെ ഇറക്കി വിടും? എൻ്റെ ദൈവമേ. കൈസൂര് അമ്മച്ചിയായിരുന്നു കേട്ടാ. ആ അമ്മച്ചി ആ ഒരു കുന്നിൻ ചരിവിൽ നിന്നാണ്ടാ അവരുടെ വീടൊക്കെ ഇരിക്കണതാണോ ഇങ്ങനെ ഇരുന്ന വെച്ചത്. പൂക്കാട്ടുപടി സൈഡാണെന്ന് തോന്നുന്നു. പൂക്കാട്ടുപടി ഏതാ സ്ഥലം? ഇപ്പം തേവക്കൽ ആ സ്ഥലത്തെത്തി. എന്നിട്ട് വണ്ടി ഇങ്ങനെ നിന്നിട്ടാണ് കയറ്റിയേട്ടാ. അപ്പോൾ ഈ വണ്ടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവർ ആ മലയൊക്കെ കുന്നും ഒക്കെ കയറി ഇറങ്ങി നടക്കണം. ഈ അമ്മച്ചി വണ്ടി കയറിയപ്പോൾ തന്നെ വണ്ടി കയറിയാ അങ്ങനെ ഒരു സംസാരം. എന്നോടല്ലട്ടാ, ആ അമ്മച്ചീനോട്, അമ്മച്ചിയുടെ സ്വന്തം മകൻ. നമുക്ക് ഇവിടെ നിന്ന് CNG അടിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്.
അടുത്തുണ്ട്. എന്നാലും ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് ശോഭമായിരിക്കും. അമ്മച്ചിയുടെ കഥ പറഞ്ഞുതരാം. അമ്മച്ചി വന്നിട്ട് വണ്ടി കയറി, എന്നോട് സംസാരിച്ചൊന്നുമില്ല. വണ്ടി കയറിയപ്പോൾ തന്നെ മകൻ വിളിച്ച് നമ്മുടെ ഈ അമ്മച്ചീനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇന്ദിര ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ആ ടീച്ചറിനാണ് എനിക്ക് ഓർമ്മ വന്നത്. കറക്റ്റ് അതേപോലെ ഇരിക്കണം. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറൊക്കെ റിട്ടയർഡായി. ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവും ഇപ്പം. നമ്മുടെ അപ്പനമ്മയുടെ പ്രായമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ചേച്ചി ഈ അമ്മച്ചി വണ്ടി കയറിയപ്പോൾ തന്നെ മകൻ വിളിച്ച്, അമ്മ വണ്ടി കയറി വന്ന് ലവറേയും വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ കോൾ ഇങ്ങനെ ഇരിക്കൂലേ, എന്താണ് ഇതിൻ്റെ അകത്ത് ആ സാധനം. അയ്യോ കസ്റ്റമർ അവിടെ കഥയെ പറഞ്ഞു പോണേ. അങ്ങനെ അത്രയും കണക്റ്റ് ആയിട്ട് ഇരിക്കണ ഒരു അമ്മയും മകനും. ഭയങ്കര കെയറിങ്, മനസ്സിലായോ? സ്വന്തം അമ്മേന എവിടെയോ നിൽക്കുന്ന ഒരു മകൻ വീഡിയോ കോൾ ചെയ്ത് അമ്മ എവിടെ എത്തി, സ്ഥലം പറ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ ഇവിടം വരെ എത്തി മകനെ നീ വെച്ചോ, മോനെ നീ വെച്ചോ. എൻ്റെ അമ്മ ഇവിടെ നിന്നാണ് ട്രിപ്പ് അടിച്ചാണ്. അമ്മമാരെയൊക്കെ സ്നേഹിക്കട്ടെ മച്ചന്മാരെ. ഗൈസ്, ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 1 മണിയായിട്ടാ. ഒന്ന് എൻജോയ് ചെയ്യാം. ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഊബർ അടുത്ത ട്രിപ്പ് തന്നുകൊണ്ടിരിക്കണേ. എടുത്തോ പെട്ടെന്ന് എടുത്തോ, സമയമില്ലാന്ന്. ഇതൊരു മരിപ്പ് വീട്ടിലാണ് ഞാൻ പോയത്. മരിപ്പ് വീട്ടിലാ ഇവരുടെ ഓഫീസിൽ ആരോ മരിച്ചിട്ട് ബോഡി കാണാൻ വേണ്ടി പോയ ടീമാണ്ട. അങ്ങനെ അവർ സാഡായിരുന്നു. അവരുടെ കൊളീഗ് മരിച്ചതിൻ്റെ ഒരു സാഡും അതൊക്കെ ആയിട്ട് അവർ സംസാരിച്ചു. ഫ്രണ്ടിലൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ അത്യാവശ്യം സങ്കടപ്പെട്ടാണ് ഇരുന്നത്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ചുബ്രഹോസബ് അങ്ങനെയാണല്ലോ. ഗൈസ്, വിത്തിൻ 15 മിനിറ്റ്സ് നമ്മൾ ആ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്ത് തൊട്ടടുത്തേക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പെട്രോൾ പമ്പൊന്നും ഇല്ലല്ലോ യൂറിനേറ്റ് ചെയ്യാൻ. ഐ നീഡ് ഫുഡ്. അങ്ങനെ ഒന്ന് നിർത്തി താടേ, ഞാനും കൂടി ഒന്ന് പോട്ടെ. ഇതൊരു അമ്മയും മോളായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. അവരങ്ങോട്ട് കയറിപ്പോയി. പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ നമ്മൾ നേവിഗേറ്റ് ചെയ്തിട്ടേക്കണല്ലേ, വെറുതെ അല്ല. എന്നിട്ടാണ് എടപ്പള്ളിയിലേക്ക് നേവിഗേറ്റ് ചെയ്തിട്ടേക്കണാണ്. 986 + 400 986 ആയിട്ടുള്ളൂ ഇത്ര നേരമായിട്ട്. ചെറിയ ട്രിപ്പല്ലേ, എന്ത് പറയാനാണ്. 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. 6 അല്ല 7 ട്രിപ്പ്. ഒരെണ്ണം ഓഫ്ലൈനിൽ കംപ്ലീറ്റ് ചെയ്തില്ലേ. നമുക്ക് അപ്പുറത്ത് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയിൽ പോയി ഫുഡ് അടിക്കാം. ഇവിടെയൊന്നും വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. യെസ്, ലെറ്റ്സ് ഗോ ആൻഡ് ഫുഡ് അടിക്കണ അവിടം വരെ ഞാൻ ഓണാക്കി തന്നെ ഇടും കേട്ടോ. കാരണം ഈ ഏരിയയിലെ കടകളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഹോട്ടൽ ആര്യാസി കയറ്റി. നമുക്ക് നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ മച്ചാനെ കുറച്ചൊരു ഓഫ്ലൈനാണ്. ഇന്ന് നമുക്ക് ആര്യാസിലെ ഫുഡ് കഴിക്കാം. വെജിറ്റേറിയൻ കഴിക്കാം. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ അതിലേക്ക് കൂടി വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യും അവിടെ ഇങ്ങനെ ആര്യാസ് പാർക്കിംഗ് അവൈലബിൾ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറിയത്. മറ്റേ പൊന്നി റൈസില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ റൈസ് ഫാറ്റ് ഇല്ലാത്ത റൈസാണല്ലോ. ഞാൻ ഇനി മുതൽ ആ റൈസൊക്കെയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. വയറൊക്കെ ചാടി ആകെ സീനായി. ജിമ്മിന് കയറണമെന്ന് വിചാരിച്ചിട്ട് നടക്കണല്ലോ. നമുക്ക് ഈ ഡ്രൈവേഴ്സിന് ജിമ്മിൽ കയറണ പരിപാടി നടക്കൂലെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലേ നടക്കും. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് വെക്കാൻ വേണ്ടി പോണേ. ട്രിപ്പ് അടിച്ചിട്ട് പോവാല്ലേ. ഇവിടെ തന്നെ നടക്കട്ടെ, റോട്ടിൽ ഇടാൻ സ്ഥലമില്ല. ട്രിപ്പ് അടിച്ചിട്ട് നൈസായിട്ട് പോവാം, അതാ നല്ലത്. ഇപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ട്രിപ്പേ നീ പെട്ടെന്ന് അടിക്കി. 2 മണിയായി. 1400 ഒപ്പിച്ചിട്ടുള്ളൂ. CNG തീർന്നു. CNG അടിക്കണം. 3 രൂപക്കെങ്കിലും ഇന്ന് ഓടിയെടുക്കണം 5 മണിക്കുള്ളിൽ. നടപടിയാവില്ല, എന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ നടപടിയാവും. റൈഡർ ക്യാൻസൽഡ്. നമ്മളെ ഈ സീനൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ അടിച്ചുകൊണ്ടിരിക്കണേണ്ട.
കാക്കനാട് ബെസ്റ്റോ ഇത് വേറെ പുള്ളിയാണ്ടാ ആടാ ഇത് പിന്നെ ആൾ തന്നെ. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ആള് റൈഡർ ക്യാൻസൽഡ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്യാൻസൽ ചെയ്യാൻ. എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ആലോചിക്കണത്. വിളിച്ചിട്ട് എടുക്കണില്ല. ഒരാവശ്യമില്ലാത്ത കുറേ എണ്ണം വെറുതെ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ അടിച്ച് കളയും. ലാമ്പോളൊന്നുമില്ല പിന്നെ എനിക്ക് ലാമ്പാണ്. ആള് പിന്നെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് 3ാമതും കൂടി ക്യാൻസൽ ചെയ്യട്ടെ. 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്നാൽ വിളിച്ചിട്ട് എടുത്തിട്ട് കാര്യം പറയാലോ. എടുക്കണില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനും അങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഇങ്ങോട്ട് വിളിക്കും. വെറുതെ ഒക്കെ കിടന്നേ പ്രാന്താക്കണം. എന്തൊരവസ്ഥയാണല്ലേ ഈ ഫീൽഡ്. ഊബർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഊബറേ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അതാകെ ഒരു 126 രൂപയുടെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. കാര്യം ശരി, കസ്റ്റമർ ഒറിജിനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും. ഇത് ഇമാര് കസ്റ്റമറൊക്കെ എന്ത് മാങ്ങാത്തിൽ പറയാനാണ്. ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയും. ഇപ്പം ആ സമയത്ത് ഇപ്പം ഞാൻ പുള്ളീനെ പിക്ക് ചെയ്ത്, പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളീനെ പിക്ക് ചെയ്ത് ഞാൻ വല്ലയിടത്തും നിന്നാണ്. ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ അവിടം വരെ പോകും, പിന്നെയും ക്യാൻസൽ ചെയ്യും, പിന്നെയും ക്യാൻസൽ ചെയ്യും. ഇത് എന്താണത്? ക്യാൻസൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. പുള്ളി അങ്ങനത്തെ മനുഷ്യനാണ്. സാഡിസ്റ്റ് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു കസ്റ്റമർ. ഷേ കണ്ടിട്ട് പോലുമില്ല. ഏതവനാണാവോ ക്യാൻസലാക്കി പോകും. എനിക്ക് പൊളിയുണ്ട് ഇവിടെ. ക്യാൻസലാക്കണം ഇവിടെ. നമ്മ ക്യാൻസലാക്കി നമ്മുടെ ക്യാൻസലേഷൻ റേറ്റും പോകും. ഞാൻ വരില്ല. 2 പ്രാവശ്യം എന്നെ പൊട്ടനാക്കി. 3ാമത് എന്നെ പൊട്ടനാക്കാൻ കിട്ടൂല, ആർക്കും കിട്ടൂല. ഞാൻ വരില്ല മോനെ. അവിടെ തന്നെ നിന്നോ. പിന്നല്ലാണ്ട് ഭ്രാന്താവില്ലേ. വിളിച്ചിട്ട് എടുക്കണം, കാര്യം പറയണം. ആ കാറ്റും കൊണ്ടിരിക്കട്ടെ കുറച്ചാണ്. ഫ്രസ്റ്റേറ്റഡ് ആണല്ലോ താനും. കൊള്ളു കുറച്ച് കാറ്റി. കൊള്ളു എന്തൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ നിങ്ങളുണ്ട്. വല്ലാത്തൊരവസ്ഥയെ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. റെസ്റ്റായി, നല്ല രീതിയിൽ റെസ്റ്റായി. മച്ചാൻ ഇതുവരെ ക്യാൻസലാക്കിയിട്ട് പോയിട്ടില്ല. ക്യാൻസലാക്കിക്കോ, ഞാൻ വരൂല. ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊക്കെ അല്ലേ. ആ ഒരു കാറ്റഗറി കയറിപ്പെട്ടവരുത്തനാണ് ഞാൻ. അതിപ്പോൾ നമ്മളായിട്ട് ആര് പൊട്ടനാക്കിയാലും വരൂല്ല മോനെ. അത് പിന്നെ ഊബർ എന്നെ ബ്ലോക്കാക്കിയാലും ഉള്ളി കേട്ടെന്ന് വേണ്ട ക്യാൻസൽഡ്. ഇനി അടുക്കൂല. ഇനി അടുക്കാൻ ഈ മാന്യൻ ഇനി അടുത്ത വണ്ടി കിട്ടട്ടെ. വേറെ ആരെങ്കിലും പെടാപ്പാട് വിടും. ഇനി കുറച്ചേരം ഓഫാക്കിട്ടെ. ആ മാന്യനെ നമുക്കിനി വേണ്ട. ഗൈസ് കോട്ടത്തിലേക്ക് കണ്ടോട്ടം വന്നത്. കോട്ടത്തി എറണാകുളം കോടതിയിലേക്ക്. സോ 1200 + 400 ആയിട്ടാ. വക്കീലായിരുന്നു. വക്കീൽ ബാപ്പയും മോളും ആയിരുന്നു. അവരങ്ങോട്ട് കയറിപ്പോയി. മറ്റേ ആളാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ആക്സെപ്റ്റ് ചെയ്തിട്ടാ. പക്ഷേ ഭാഗ്യത്തിന് അയാളായിരുന്നില്ല, ഇത് വേറെ ആളായിരുന്നു. ആൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ആളെ പൊട്ടറാക്കണതിന് ഒരു ഇത് വേണ്ടേ. അടുത്തൊരു ട്രിപ്പ് വന്നിട്ടുണ്ടോ. ഏരൂരിലേക്കാണ് വന്നേക്കണേ. ഏരൂര് നമ്മ എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാതെ പോവാതെ നിന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അത് കാര്യം നിങ്ങൾ കണ്ടല്ലോ. അല്ല പിന്നെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം. ആക്സെപ്റ്റ് ചെയ്യാണ്ട് പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, അത് നമ്മൾ ചെയ്യണം. പുള്ളി വിചാരിച്ചിട്ടുണ്ടാവേ ഇവനിട്ട് കുറച്ച് നേരം പറ്റിക്കാം. അവിടെ എത്താറാവുമ്പോൾ കട്ടാക്കി കളയും. പിന്നീട് എത്താറാവുമ്പോൾ പിന്നെയും കട്ടാക്കി കളയും. 3ാമത്തെ പ്രാവശ്യം അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുത്ത് നമ്മ പോയില്ലല്ലോ. നമ്മ അവിടെ തന്നെ നിൽക്കും. ഫോൺ വിളിച്ച് ചോദിക്കുക. ആദ്യത്തെ തന്നെ റൈഡർ ക്യാൻസൽഡ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചേക്കണം. സാറെ ക്യാൻസലാക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ക്യാൻസലായിക്കോ, കാര്യം അങ്ങോട്ട് കറക്റ്റായിട്ട് പറഞ്ഞേക്കണം. അതിനുവേണ്ടി ഞാൻ 2ാമത് വിളിച്ചു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ 2ാമതും ക്യാൻസൽ. പിന്നെ 3ാമത് നൈസായിട്ട് പണി കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ തന്നെ നിന്നത്. എനിവേ
ഇവിടെയാണ് ഇപ്പോൾ വന്നേക്കണം കേട്ടോ. നോക്കട്ടെ, അടുത്ത കസ്റ്റമറെ ഏരൂര് കൊണ്ട് വിടട്ടെ, എന്നിട്ട് ബാക്കി കാണാം. നല്ല കസ്റ്റമർ ആയിരിക്കണേ. കുറച്ച് നേരത്തേക്ക് ഒന്ന് ഊബർ ഓഫാക്കിടേണ്ടി വരും, കാരണം നമ്മുടെ CNG തീർന്നുപോയി. സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി ഇറക്കണ്ട, അവിടെ മൊത്തം ചെളിയാണ്, വണ്ടി നാശമൊക്കെണ്ടാണ്. വണ്ടീനെ സ്നേഹിക്കണ ഒരു സാറാണ് ഇപ്പം കയറിയത്, പാവം. എന്നിട്ട് ആ വെള്ളത്തിൽ കൂടി നീന്തിപ്പോയി. എന്നോട് പറഞ്ഞു അവിടെ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കണേ, അവിടെ തിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർക്കറിയാലോ, അതാണ് പുള്ളിക്കാരൻ വെള്ളത്തിലിറങ്ങി നീന്തിയും പോയി. ഞാനങ്ങോട്ട് ഇറക്കിയില്ല, വണ്ടി വല്ല ചെളിയിൽ മൂണ്ടുപോയി കഴിഞ്ഞാൽ പണിയാവേ. അപ്പം ഞാൻ ഏലൂരാണ്ട നിൽക്കണ. ഇനി ഇവിടെ നിന്ന് നമുക്ക് വൈറ്റ്ല ഹബ്ബിൽ തന്നെ പോയി CNG അടിക്കടാ, അത് നല്ലത്. എന്നിട്ട് പരിപാടി നോക്കാം. അതുവരെ ഞാൻ ഒന്ന് ഓഫാക്കിയിട്ടേക്കണേ, അല്ലെങ്കിൽ ഈ ട്രിപ്പ് എല്ലായിടത്തോട്ടും കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കുറയും. അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയിട്ടാണ്. ഈ വഴി കൂടി വരുമ്പോൾ നോക്കണം കേട്ടോ, സ്ലാബൊക്കെ ഒടിഞ്ഞ് കിടക്കണേ പല സ്ഥലത്തും. വണ്ടി ഇരുന്നു. ചെറിയ വഴിയാണല്ലോ. കറക്റ്റ് പ്ലേസ് നമുക്ക് ദൈവം കൊണ്ടൊന്ന് തരും ഗൈസ്, രക്ഷയില്ല ഗൈസ്. ഇപ്പോൾ വന്നിട്ട് 1 മണിക്കൂറിനടുത്തായിട്ടാ. എനിക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ല. വൈറ്റ്ല ഹബ്ബിൻ്റെ അവിടെ കുറേ നേരം ഇട്ട്, അവിടെ നോക്കിയപ്പോൾ കുറേ വണ്ടികൾ. ആ ഒരു അത്ര നേരം ഊബർ നമുക്ക് ട്രിപ്പ് വന്നത് ജസ്റ്റ് ആ ഒരു CNG അടിക്കാൻ നേരത്ത് തീർന്നിട്ടാ കത്തിക്കൽ. സോ 1400 തന്നെ നിൽക്കണേണ്. ഒരു 4:46 ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. മടിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിക്കണായിരുന്നു, ഒന്നും കിട്ടിയില്ലല്ല. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നേരെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. യെസ്, സ്ട്രൈറ്റ്. കസ്റ്റമർ പിക്ക് ചെയ്യട്ടെ. 220 രൂപയുടെ ട്രിപ്പാണ്ടോ, ജസ്റ്റ് 1 മണിക്കൂറിനടുത്ത് പിടിക്കുമായിരിക്കും. നോക്കാം. റൈഡർ ക്യാൻസൽഡ്. ഞാനത് പറയാനുള്ള പിള്ളേരൊക്കെ ഇരുന്ന് കാണണ വീഡിയോ. ബേബി ദേഷ്യം വന്നിട്ട് അങ്ങത്തൊലി. ഇനിയിപ്പോൾ തീർന്ന് കേസ് വെടിക്കട്ടെ. ഇനിയിപ്പോൾ 5 മണിക്ക് ശേഷം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലെറ്റ്സ് മൂവ് ടു. നേരെ പോയി അമ്മനെ വിളിച്ചിട്ട് പോവാം. അമ്മക്ക് ഇന്ന് വയ്യാതിരിക്കണായിരുന്നു. സോ അമ്മനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി അമ്മനെ ഡ്രോപ്പ് അടിച്ചിട്ട് വല്ല നടക്കാനും പോവാ. കുറച്ച് വയറൊക്കെ കുറയട്ടെ. അതെങ്ങനെയുണ്ട്? തീർന്ന്. ഈ പനമ്പള്ളി നഗർ വിട്ട് പോണേ മുമ്പ് എനിക്കൊരു ട്രിപ്പ് തന്നാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. 1.5 മണിക്കൂറായിട്ട് ട്രിപ്പൊന്നും അടിച്ചില്ല. അടിച്ച ട്രിപ്പാണെങ്കിൽ റൈഡർ ക്യാൻസൽഡ്. ഈ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാണോ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നേ അല്ലേ? സോ ഗൈസ്, ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് നേരെ, അമ്മ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയം 5 മണി. അമ്മേനെ വിളിച്ച് നേരെ പോകും. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയെ പോലെ ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അമ്മേനെ വിളിച്ച് നേരെ പോകാല. അമ്മ ഇന്ന് രാവിലെ ചെറിയ തല ഇറങ്ങിയിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ടായിരുന്നു. ഒട്ടും പാടില്ലാതിരിക്കണേന്ന് തോന്നും. അമ്മനെ കൊണ്ട് പോവാം. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മഴയത്ത് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഇടിച്ചിടിച്ച് കയറണേണ്. ബാക്കിൽ സൈഡിലൊക്കെ വണ്ടിയാണ്. പക്ഷെ എന്താ പോന്നെ. ഓ കൊച്ചി, യു ആർ പ്യുവർ മാജിക്. അതോളാം. ഐ ലൈക്ക് ദാറ്റ് വേർഡ്. മത്സരവട്ടം. സോ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമർ ആരാണെന്ന് വിചാരിച്ചാൽ നമ്മളോട് സംസാരിച്ച് ഫുള്ളങ്ങോട്ട് ഡെൻറ്റിസ്റ്റ് അത്രമാത്രം പറഞ്ഞാൽ. ബാക്കി വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ. ബൈ. പിന്നെ എൻ്റെ മച്ചാന്മാരെ കേൾക്കണമെന്നറിയില്ല, മഴയ്ക്ക് നല്ല സൗണ്ട്. പിന്നെ എൻ്റെ മച്ചാന്മാരെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കേട്ടാന്നറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ എഴുതി കാണിച്ചേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് കമ്പിളിപ്പൊതപ്പ. ബൈ.